ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ ആണ് അന്ത്യകർമ്മങ്ങൾ ആരംഭിക്കുക. അല്പസമയത്തിനകം മൃതദേഹം ഔദ്യോഗിക വസതിയിൽ നിന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് മാറ്റും. 9:30 വരെയാണ് AICCയിൽ പൊതുദർശനം. പൂർണ്ണ സൈനിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വാർത്തയുടെ വിശദാംശങ്ങളുമായി VR കാർത്തിക് ആണ് ചേരുന്നത്. കാർത്തിക്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു പ്രതികൂലമായ കാലാവസ്ഥ, തണുപ്പ് കാലം ആണ്, അതോടൊപ്പം തന്നെ മഴ. ഇന്നലെയും അങ്ങനെയായിരുന്നു സാഹചര്യം. ഇപ്പോഴെന്താണ് അവിടുത്തെ അവസ്ഥ? മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് എപ്പോൾ കൊണ്ടുപോകും? അഭിലാഷ, മൃതദേഹം അല്പസമയത്തിനകം തന്നെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അക്ബർ റോഡിലേക്ക് വിലാപയാത്രയായി മൃതദേഹം കൊണ്ടുപോകാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 8:30 അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം എത്തിക്കും. അവിടെയാണ് നേതാക്കൾക്കും പ്രവർത്തകർക്കും അടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഉണ്ടാവുക. ഇതിനോടകം തന്നെ AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന ദൃശ്യങ്ങൾ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ മൻമോഹൻ സിംഗിന്റെ വസതിക്ക് മുന്നിലെ കാഴ്ചകളാണ്. നേരത്തെ തന്നെ ഗതാഗത നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ഡൽഹി പോലീസ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഇപ്പോൾ സൈന്യം ഔദ്യോഗിക നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി, അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അല്പസമയത്തിനകം തന്നെ മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരവുമായുള്ള യാത്ര തുടങ്ങും. 8:30 മുതൽ 9:30 വരെ 1 മണിക്കൂർ നേരമാണ് പൊതുദർശനം ഉണ്ടാവുക. ആസാം, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ നിരവധി പ്രവർത്തകർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാർത്തിക, ഇപ്പോൾ ഔദ്യോഗിക വസതിക്ക് പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട നൽകുകയാണ് രാജ്യം. സമ്പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇപ്പോൾ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. വിലാപയാത്രയായാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. മൃതദേഹം വഹിച്ചു കൊണ്ടുപോകുന്നതിനുള്ള വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. സൈനിക ബഹുമതികളോടുകൂടിയുള്ള സംസ്കാര ചടങ്ങ്. സൈന്യം മൃതദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, അലങ്കരിച്ച വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അകമ്പടി സേവിച്ചുകൊണ്ട് സൈനികർ ഉണ്ട്. മൃതദേഹം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാർത്തിക് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കാർത്തിക്, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. രാജ്യം എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടി തന്നെ വിട പറയുന്നു. എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാണ്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ട് പോകുന്നതിനുള്ള വാഹനം തയ്യാറാക്കിയിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു.
എത്ര മണിക്ക് പൊതുദർശനം AICC ആസ്ഥാനത്ത് ആരംഭിക്കും? ഇപ്പോഴും നമുക്കറിയാം കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലല്ലോ. 8:30 കൂടി തന്നെ അക്ബർ റോഡിലെ AICC ആസ്ഥാനത്ത് മൃതദേഹം എത്തിക്കാനാകും. കാരണം ഇപ്പോൾ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും അലങ്കരിച്ച സൈനിക വാഹനം മോത്തിലാൽ നെഹ്റു മാർഗിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിൽ ഉണ്ട്. ഈ വാഹനത്തിലാകും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം അവിടെ നിന്ന് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക. തുടർന്ന് 11:45 കൂടി യമുന തീരത്തുള്ള നിഗംബോധ് ഘട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. അമേരിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ മകൾ എത്തുന്നത് കൂടി കണക്കിലെടുത്താണ് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രി US-ലുള്ള മകൾ അമൃത് സിംഗ് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം ആണ് രാവിലെ മുതൽ നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള ഇന്നലത്തെ പ്രത്യേക ക്യാബിനറ്റ് യോഗത്തിൽ തീരുമാനിച്ച പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള കാര്യങ്ങളിലേക്ക് രാവിലെ കടക്കുന്നത്. രാജ്യം ഡോക്ടർ മൻമോഹൻ സിംഗിന് അർഹമായ യാത്രാമൊഴി നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതശരീരം പ്രത്യേക സൈനിക വാഹനത്തിലേക്ക് മാറ്റും. തുടർന്ന് സൈന്യത്തിൻ്റെ അകമ്പടിയോടുകൂടി വിലാപയാത്രയാവും അക്ബർ റോഡിലുള്ള AICC ആസ്ഥാനത്തേക്ക് എത്തുക. അവിടെ 8:30 മുതൽ 9:30 വരെയാണ് പൊതുദർശനം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ അവിടെ പൊതുദർശനത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നിരവധി പേരാണ് അദ്ദേഹത്തെ അവസാന നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി അവിടേക്ക് എത്തിയിട്ടുള്ളത്. അവിടെ നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് തന്നെ പൊതുദർശനം പൂർത്തിയാക്കുകയാണെങ്കിൽ 9:30 കൂടിയാകും വിലാപയാത്രയായി ഈ ഗൺ കാരേജ് അടക്കമുള്ള ഈ പ്രത്യേക കോൺവോയ് നിഗംബോധ് ഘട്ടിലേക്ക് എത്തിച്ചേരുക. അവിടെ 11:45 കൂടിയാണ് അന്ത്യകർമ്മങ്ങൾ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നിശ്ചയിച്ച സമയത്ത് തന്നെ അന്ത്യകർമ്മങ്ങൾ നടക്കും എന്ന രീതിയിലാണ് നിലവിലെ ക്രമീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 8 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് മൃതദേഹം മാറ്റും എന്നാണ് അറിയിച്ചിരുന്നത്. കൃത്യസമയത്ത് തന്നെ സൈനിക വാഹനം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹവുമായി മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് ഈ പ്രത്യേക വാഹനവ്യൂഹം പുറപ്പെടും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും രാജ്യം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി അദ്ദേഹം മെനിഞ്ഞാന്ന് രാത്രിയാണ് അദ്ദേഹം 8:30 കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുഴഞ്ഞു വീണത്. തുടർന്ന് അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും 9:51 കൂടി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. തുടർന്ന് അന്ന് രാത്രി തന്നെ എയിംസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മോത്തിലാൽ നെഹ്റു മാർഗിലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് ഇന്നലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ രാജ്യത്തിനകത്തും അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ, അങ്ങനെ സമൂഹത്തിൻ്റെ നാനാ തുറയിലുമുള്ള നേതാക്കളെല്ലാം തന്നെ ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ അവസാനം നോക്കിക്കാണാൻ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നടക്കം നിരവധി പ്രവർത്തകരും ഇന്നലെ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയിരുന്നു. കൂടുതൽ പ്രവർത്തകർ ഒരുപക്ഷെ ഇന്ന് AICC ആസ്ഥാനത്തേക്കാവും എത്തുക. അവിടെയാണ് സാധാരണക്കാരായ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ അദ്ദേഹത്തിന് അവസാന യാത്രയയപ്പ് നൽകാൻ ഒരുങ്ങുന്നത്. എന്തായാലും AICC ആസ്ഥാനത്ത് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. നിശ്ചിത സമയത്ത് തന്നെ പ്രത്യേക സൈനിക വാഹനം തയ്യാറായി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. 9:30 കൂടിയാകും അവിടെ നിന്നും വിലാപയാത്രയായി നിഗംബോധ് ഘട്ടിലേക്ക് നീങ്ങുക. നിഗംബോധ് ഘട്ടിൽ അന്ത്യകർമ്മങ്ങൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു എന്നതും ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇന്നലെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിന് മുൻപ് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസ് നേതാക്കളെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടിരുന്നു. അന്ത്യകർമ്മങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്മൃതി കുടീരം അടക്കമുള്ള കാര്യങ്ങളിലും ഒരു പ്രാഥമിക ചർച്ചകൾ നടത്തിയ ശേഷമാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നത്. കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിലോ രാജീവ് ഗാന്ധിയുടെ സ്മൃതി കുടീരമുള്ള വീർഭൂമിയിലോ അദ്ദേഹത്തിന് സ്ഥലം അനുവദിക്കണം. അവിടെ തന്നെ അന്ത്യകർമ്മങ്ങളും അതോടൊപ്പം തന്നെ
സ്മൃതി കുടീരത്തിനും ഒരേ സ്ഥലം തന്നെ അനുവദിക്കണം എന്നൊരു നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. പക്ഷേ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഇതിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാക്കാത്തതിൽ ചെറിയ നീരസം കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. സിഖ് പ്രധാനമന്ത്രിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങൾ എന്നതടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എന്തായാലും കേന്ദ്ര സർക്കാർ അതിന് നൽകുന്ന ഒരു വിശദീകരണം ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു വിവാദം അനാവശ്യമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇത്തരത്തിൽ സ്മൃതി കുടീരത്തിന് ഭൂമി അനുവദിക്കണമെങ്കിൽ അതിന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കണം. ആ ട്രസ്റ്റിനാവും ഇത്തരത്തിൽ ഭൂമി നൽകാൻ കഴിയുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ചെറിയ വിവാദം ഉണ്ട്, ആ വിവാദം ആക്കേണ്ടതില്ല ഈ സാഹചര്യത്തെ എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൃത്യമായ പരിശോധനകൾ, സുരക്ഷാ പരിശോധനകൾ അടക്കം നടത്തുന്നുണ്ട്. മൃതദേഹം വഹിച്ചുകൊണ്ട് പോകേണ്ട വാഹനം ആണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സൈനിക വാഹനം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിക്കും. AICC ആസ്ഥാനത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ പൊതുദർശനം നടത്തിയതിനു ശേഷം ആണ് പിന്നീട് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. സൈനിക വാഹനം അടക്കം വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഇപ്പോഴും നടക്കുന്നത്. അതേസമയം AICC ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. AICC ആസ്ഥാനത്തെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഇടം, AICCയുടെ ആസ്ഥാനത്തിന് തൊട്ടു മുന്നിലായിട്ടുള്ള ഇടം എന്നത് വിശാലമായ ഒരു ഗ്രൗണ്ട് ആണ്. ആ ഗ്രൗണ്ടിൽ ആണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മൃതദേഹം വഹിച്ചുകൊണ്ടുപോകുന്ന സൈനിക വാഹനം ആണ്. വാഹനത്തിന്റെ പരിശോധന, സുരക്ഷാ പരിശോധന ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. മൃതദേഹം വഹിച്ചുകൊണ്ട് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം AICC